നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് അതിപ്രാചീന ഒരു ദ്രാവിഡ മലയാള ഭദ്രകാളി മന്ത്രമാണ്. ആദിദ്രാവിഡ ഭദ്രകാളി മന്ത്രമെന്നും മലയാള ഭഗവതി മന്ത്രമെന്നും ഒക്കെ ഇതിനെ അറിയപ്പെട്ടിരുന്നു. പണ്ട് തമിഴ് ദേശത്തുള്ളവർ ഭദ്രകാളിയെ മലയാള ഭഗവതി എന്നിരുന്നാണ് വിളിച്ചിരുന്നത്. കാരണം ദക്ഷിണാകാളിയിലെ മഹാകാളിക പോലുള്ള വടക്കേ ഇന്ത്യയിലുള്ള കാളികളെ അപേക്ഷിച്ച് ഭദ്രകാളി എന്നത് കേരളത്തിന് മാത്രമുള്ള ഒരു മൂർത്തി ചൈതന്യമാണ്. അതുകൊണ്ട് ഭദ്രകാളിയെ മലയാള ഭഗവതി മാന്ത്രികം എന്നുള്ള പല ഗ്രന്ഥങ്ങൾ വരെ തമിഴ് കാലത്ത് ലഭിച്ചിരുന്നു. ഇന്നും പ്രചാരത്തിലുണ്ട്. മലയാള ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ എന്തും നശമാക്കിത്തരും എന്നാണ് അന്ന് തമിഴ് അവിടുത്തെ ഗ്രാമങ്ങളിൽ അറിഞ്ഞിരുന്നത്. അതിനായി മാന്ത്രികർ ഇവിടെ വന്ന് പഠിക്കുകയും കല്ലടിക്കോടും മറ്റു തിരുവനന്തപുരം ഭാഗങ്ങളിലും വന്ന് മലയാള ഭഗവതിയെ പഠിച്ച് സേവിച്ചതായിട്ടും പല ചരിത്രരേഖകളിലും കാണാവുന്നതാണ്. അതായത് ഭദ്രകാളി എന്നത് ദാരികനെ വധിച്ച ഒരു ഭാവത്തിലുള്ള കാളിയുടെ സങ്കല്പമാണ്. അത് കേരളത്തിൽ മാത്രം ഉള്ളയൊരു സങ്കല്പം കൂടിയാണ്. ആദികാളി, മഹാകാളി, ദക്ഷിണാകാളി തുടങ്ങിയ കാളി ചൈതന്യങ്ങൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഭദ്രകാളി എന്നത് ദാരികന്റെ വധത്തിന് ശേഷമുള്ള കാളി. ദാരികൻ എന്നുള്ളതും കേരളത്തിൽ ഉണ്ടായിരുന്ന ചരിത്ര അങ്ങനത്തെ പല ബന്ധങ്ങളുള്ള കഥകളും വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഉണ്ട്. അതൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ പറയുന്നത് മലയാള ഭഗവതി മന്ത്രം അഥവാ ആദിദ്രാവിഡ ഭദ്രകാളി മന്ത്രം എന്നറിയപ്പെടുന്ന ഒരു മന്ത്രം പറയുന്നു. ഓം ഐം ക്ലീം സൗ ക്യൂം ഐം മലയാള ഭഗവതിയെ വാ വാ സ്വാഹ. ഇനിയും ഇതെങ്ങനെ സിദ്ധമാക്കാം എന്ന് പറയുന്നു. ചെമ്പുതകിടിൽ വട്ടം വരച്ച് 12 കമല വിട്ട് നടുവിൽ റീങ്കാര വിട്ട് പൂജ ചെയ്ത് അഭിഷേകം ചെയ്യണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ പോലെ ഒരു ചെമ്പുതകിടിൽ വരച്ച് യന്ത്രം പോലെ ആകണം. പിറ്റേന്ന് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിലിരുന്ന് പാൽ, പഴം, ഉണ്ടശർക്കര, സാമ്പ്രാണി, ദീപം, കർപ്പൂരം എല്ലാം ഒഴിഞ്ഞ് 1008 തവണ മൂലമന്ത്രം ജപിച്ച് പൂജിക്കണം. ഇങ്ങനെ 48 ദിവസം തുടരണം. മലയാള ഭഗവതി സിദ്ധമായി കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ വിളിപ്പുറത്ത് എത്തുന്ന മൂർത്തിയായി മാറും. വിട്ടുപോകാതെ നമ്മളുടെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കും ഭദ്രകാളിയുടെ സാന്നിധ്യമായി. നമസ്കാരം.